വാർത്തകൾ വിശദമായി. ആസ്തി വികസന ഫണ്ട് ചെലവഴിച്ചു നടത്തുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിച്ചില്ലെങ്കിൽ പിഴവ് വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഫയലുകൾ നീക്കുന്നതിലുള്ള കാലതാമസം ശിക്ഷാർഹമാണെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. പത്തനംതിട്ട കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന MLAയുടെ ആസ്തി വികസന ഫണ്ട് അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു ചിറ്റയം ഗോപകുമാർ. 2017 മുതൽ 23 വരെയുള്ള കാലയളവിൽ MLA, SDF, അതുപോലെ ADF, ഫ്ലഡ് തുടങ്ങിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അതിൽ കുറേയധികം പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ടായി. പലവിധ സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവമോ അനാസ്ഥയോ ആണ് ആ പദ്ധതികൾക്കെല്ലാം കാലതാമസം നേരിട്ടത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു യോഗം ചേർന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് തീരുമാനമെടുത്തിട്ടുണ്ട്. ബോധപൂർവമായി താമസം വരുത്തുന്ന നടപടി ഒഴിവാക്കി എത്രയും വേഗം നാടിൻ്റെ വികസനം യാഥാർത്ഥ്യമാക്കുന്നതിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്ത് അത് പരിഹരിച്ച് ഓരോ വകുപ്പും വളരെ വേഗം തന്നെ ഈ വികസന പ്രവർത്തനം പൂർത്തീകരിക്കണമെന്നുള്ള നിലയിലാണ് ഇന്നിപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്. അത് സമയബന്ധിതമായി നിർവഹിക്കുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അത് മോണിറ്റർ ചെയ്യുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഫയലുകൾ നീക്കുന്നതിൽ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കാലതാമസം ശിക്ഷാർഹമാണെന്നും ഇതു സംബന്ധിച്ച വിവരങ്ങൾ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. യോഗത്തിൽ ജില്ലാ കളക്ടർ A. ഷിബു, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് B. രാധാകൃഷ്ണൻ, ADC G. രാജ്കുമാർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പരസ്പരം ധാരണയുണ്ടാക്കി കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളാണ് CPIM-ഉം BJP-യുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് വല്ല വിഡ്ഢികളും പറയുമായിരിക്കുമെന്ന് സതീശൻ പരിഹസിച്ചു. സ്വർണ്ണക്കള്ളക്കടത്ത്, ലാവലിൻ, മാസപ്പടി, കരിവന്നൂർ ബാങ്ക് തുടങ്ങി CPIM നേരിടുന്ന കേസുകളും K. സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കുഴൽപ്പണ കേസും ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് VD സതീശൻ ആരോപിച്ചു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെൻ്റ് ആവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് BJP-യും തമ്മിൽ പാർലമെൻറ്റ് ഇലക്ഷനിൽ സെറ്റിൽമെൻ്റ് ഉണ്ടാവുമെന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ. കാരണം കോൺഗ്രസിൻ്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ. അപ്പോൾ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള, അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് BJP ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുമെന്ന് പറഞ്ഞാൽ ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്ന ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യം ഒന്നാണ്. CPM-ൻ്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത, കൂടുതൽ സീറ്റ് മേടിക്കുന്ന കോൺഗ്രസ് തോന്നിച്ചു. BJP-യുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം. ഇത് രണ്ടും തമ്മിലാണ് കൂടി യോജിക്കുന്നത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസാണ്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ലൈഫ് മിഷൻ, മാസപ്പടി ഇതൊക്കെ സെറ്റിൽമെൻറ്റാണ്. SNC ലാവലിൻ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രനെ കേസിൽ പ്രതിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു. അവർ തമ്മിൽ ധാരണയാണ്. കോൺഗ്രസ് വിരുദ്ധത പറയുന്ന CPIM-ഉം കോൺഗ്രസ് മുക്ത ഭാരതം പറയുന്ന BJP-യും തമ്മിലാണ് ചർച്ചയെന്നും കോൺഗ്രസും BJP-യും തമ്മിൽ ധാരണയുണ്ടെന്ന് വല്ല വിഡ്ഢികളും പറയുമായിരിക്കുമെന്നും VD സതീശൻ അഭിപ്രായപ്പെട്ടു. KSRTC-യിൽ സ്റ്റേ ബസ്സുകൾ സർവീസ് നടത്തണമെങ്കിൽ അതത് പഞ്ചായത്തുകൾ അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. രാവിലെയും വൈകിട്ടും യാത്രക്കാരില്ലാതെ ബസ് ഓടിക്കേണ്ടി വരുന്നത് വലിയ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിന് മുൻപ് KSRTC പല സ്ഥലങ്ങളിലേക്കും സ്റ്റേ ബസ് സർവീസുകൾ നടത്തിയിരുന്നു. രാത്രി വൈകി ഉൾപ്രദേശങ്ങളിലേക്ക് വണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ സർവീസ് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്നും സർവീസ് ആരംഭിക്കുകയാണ് ഇതിൻ്റെ രീതി. എന്നാൽ ഇപ്പോൾ അത്തരം സർവീസുകൾ പലതും മുടങ്ങിയിരിക്കുകയാണ്. സ്റ്റേ ബസ്സുകൾ ഇല്ലാത്തതുമൂലം കുട്ടനാട്ടിലടക്കം യാത്രക്കാർ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് KCV ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ചമ്പക്കുളം, കാവാലം, പുളിങ്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്റ്റേ ബസ്സുകൾ വേണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവന വളരെ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, മാധ്യമപ്രവർത്തകരെ കൂടെ ശ്രദ്ധിക്കാൻ പറയുന്നതാണ്. ധാരാളം സ്റ്റേ ബസ്സുകൾ ഉണ്ടായിരുന്നു. ആ സ്റ്റേ ബസ്സുകൾ കോവിഡിന്റെ കാലത്ത് ഇത് വളരെ കാര്യമായിട്ടൊന്ന് കൊടുക്കണം. കാരണം സ്റ്റേ ബസ് കോവിഡിന്റെ കാലത്ത് നമ്മൾ നിർത്തേണ്ടി വന്നു. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വരുമ്പോൾ സ്റ്റേ ബസ് അത്യാവശ്യമായി വരുന്നു. രാത്രി അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ നിറച്ച ആളുണ്ട്, അവിടുന്ന് കാലി അടിച്ച് തിരിച്ചു വരുന്ന സംവിധാനം ഞങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട്
എൻ്റെ റിക്വസ്റ്റ് പഞ്ചായത്ത് ജനപ്രതിനിധികളോടും റെസിഡൻസ് അസോസിയേഷൻകാരോടാണ്. നമ്മുടെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും കിടക്കാനുള്ള ഫാനുള്ള ഒരു നല്ല മുറിയും കട്ടിലും കിടക്കയും നല്ലൊരു ശൗചാലയവും ഉണ്ടാക്കി തരുന്നിടത്ത് മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ പ്രോത്സാഹിപ്പിക്കൂ. കാരണം നമ്മൾ പഴയ പോലെ ഡ്രൈവർ വണ്ടി കിടന്നോട്ടെ, അതൊന്നും പറയാനില്ല. കാലം മാറി, ചെറുപ്പക്കാരാണ്, മിടുക്കരാണ്, നല്ല കാലം മാറിയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കിടക്കാനുള്ള നല്ല സൗകര്യം, ഫാനുള്ള നല്ലൊരു മുറി, അറേഞ്ച് ചെയ്തിരുന്നത് മാത്രമേ ഇനി സ്റ്റേ ബസ് ഉണ്ടാകൂ. അതിന്റെ ചുമതല പഞ്ചായത്തോ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഏറ്റെടുത്താൽ നിങ്ങൾ അവിടെ രാത്രി വൈകി വരുന്ന വണ്ടി, ആള് നിറഞ്ഞു വരുന്ന വണ്ടി, രാവിലെ ഏർലി മോർണിംഗ് ആളുമായി മടങ്ങി വരുന്ന വണ്ടി ഓടണമെങ്കിൽ സ്റ്റേ ചെയ്തേ പറ്റും. സ്റ്റേ ബസ് തരാം. പഞ്ചായത്ത് അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ സൗജന്യമായി നൽകിയാൽ മാത്രമേ ഇനി സ്റ്റേ ബസ്സുകൾ ഉണ്ടാവൂ. അല്ലാത്ത പക്ഷം അത്തരം സ്റ്റേ ബസ്സുകൾ കട്ടി. സ്റ്റേ ബസ്സുകൾ സർവീസ് നടത്തണമെങ്കിൽ അതാത് ഇടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ റെസിഡൻസ് അസോസിയേഷനുകളോ ജോലിക്കാർക്ക് നല്ല താമസ സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചത്. പണ്ടത്തെ പോലെ തൊഴിലാളികൾക്ക് ബസ്സിൽ കിടന്നുറങ്ങാൻ കഴിയില്ലെന്നും അവർക്ക് നല്ല താമസ സൗകര്യവും ടോയ്ലറ്റ് സംവിധാനവും എല്ലാം ഒരുക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ഇത് സൗജന്യമായി ഒരുക്കി കൊടുക്കാൻ ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ തയ്യാറാകണം എന്നായിരുന്നു മന്ത്രിയുടെ നിർദ്ദേശം. താമസ സൗകര്യം ഇല്ലാതെ വന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് രാത്രി യാത്രക്കാരുമായി പോകുന്ന ബസ് തിരിച്ച് ആരുമില്ലാതെ ഡിപ്പോയിലേക്ക് മടങ്ങേണ്ടി വരും. രാവിലെ ഡിപ്പോയിൽ നിന്ന് വണ്ടി എടുക്കുമ്പോഴും യാത്രക്കാർ കാണില്ല. ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് സർവീസുകൾ നിർത്തലാക്കേണ്ടി വരുന്നത് എന്നതായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ ദിവസം KSRTC ജീവനക്കാരുടെ പുതിയ കാക്കി യൂണിഫോം വിതരണ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുമ്പോഴായിരുന്നു മന്ത്രി തന്നെ പ്രാധാന്യത്തോടെ ഈ വിഷയം അവതരിപ്പിച്ചത്. സ്റ്റേ ബസ്സുകൾ കുട്ടനാട്ടിൽ അത്യാവശ്യമാണെന്നിരിക്കെ മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ കണക്കിലെടുത്ത് ഇവിടെയുള്ള പഞ്ചായത്ത് അധികൃതർ നിലപാട് വ്യക്തമാക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സാന്ത്വന പരിചരണം സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു. അണുകുടുംബ വ്യവസ്ഥയിൽ കിടപ്പ് രോഗികളെയും പ്രായമായവരെയും പരിചരിക്കുന്നത് കുടുംബങ്ങൾക്ക് മാത്രമായി താങ്ങാനാവില്ലെന്നും അവർ അഭിപ്രായപ്പെട്ടു. സാന്ത്വന പരിചരണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കാൻ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും ഒരുമിക്കണമെന്നും കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു പറഞ്ഞു. അണുകുടുംബ വ്യവസ്ഥയിൽ കിടപ്പ് രോഗികളെയും പ്രായമായവരെയും പരിചരിക്കുന്നത് കുടുംബങ്ങൾക്ക് മാത്രമായി താങ്ങാനാവില്ലെന്നും സമൂഹം ഒന്നാകെ അത് ഏറ്റെടുക്കണമെന്നും സാന്ത്വന പരിചരണ ദിനം പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KV ബിന്ദു പറഞ്ഞു. സാന്ത്വന പരിചരണത്തിനായി ജില്ലയിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും പദ്ധതികൾ തയ്യാറാക്കി ആവശ്യമായ ജീവനക്കാരെയും വാഹനവും വിട്ടു നൽകുന്നത് മാതൃകാപരമായിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ആർപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ് അധ്യക്ഷയായിരുന്നു. DMO ഡോക്ടർ PN വിദ്യാധരൻ മുഖ്യപ്രഭാഷണം നടത്തി. പത്തനംതിട്ട ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പാലിയേറ്റീവ് വാരാചരണത്തിന്റെയും കുടുംബ സംഗമത്തിന്റെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരൻ നിർവഹിച്ചു. ഗുണഭോക്താക്കൾക്ക് വീൽചെയർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സ്വാന്തന പരിചരണത്തിന്റെ ഗുണഭോക്താക്കളായ 25 പേർക്ക് വീൽചെയറും 14 പേർക്ക് എയർബഡ്, കസേര തുടങ്ങിയ ഉപകരണങ്ങളും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചടങ്ങിൽ വിതരണം ചെയ്തു. പാലിയേറ്റീവ് എന്ന് പറഞ്ഞാൽ സാന്ത്വന പരിചരണം. ഒരു വാർദ്ധക്യത്തിലും അതുപോലെ വാർദ്ധക്യമില്ലെങ്കിലും രോഗികൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ ഒരു സാന്ത്വനം, ഒരു പരിചരണമാണ്. ആ പരിചരണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വീടുകളിൽ ആളുകളുടെ എണ്ണം കുറയുകയും വൃദ്ധജനങ്ങൾ ഉപേക്ഷിക്കപ്പെടുകയും വൃദ്ധജനങ്ങൾക്ക് വേണ്ടത്ര മക്കളുടെയും മരുമക്കളുടെയും ഒക്കെ സാമീപ്യം ലഭിക്കാതെ വരികയും ഒക്കെ ചെയ്ത സന്ദർഭത്തിലാണ് ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത്. അപ്പൊ ആ രംഗം കടന്നുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. ഇവിടെ ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർ നന്ദനയുടെയും മറ്റും നേതൃത്വത്തിൽ നടക്കുന്ന വളരെ മികച്ച പ്രവർത്തനമായുള്ള ഡോക്ടർമാരുടെ നല്ല ശ്രദ്ധയോടുകൂടി ഇതുവരെ ഇരുന്നിട്ടുള്ള മറ്റ് പല ഡോക്ടേഴ്സിനെ അപേക്ഷിച്ച് ഈ സ്ഥാപനത്തിന്റെ വികസനത്തിന് വേണ്ടി വളരെ സിൻസിയറായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു തരം ഡോക്ടർമാരും ജീവനക്കാരും അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ ഈ വർഷത്തെ പദ്ധതിയിൽ ഹോമിയോ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായി 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റാണ് നടപ്പാക്കുന്നത്. കിടപ്പ് രോഗികൾക്കും വൃദ്ധജനങ്ങൾക്കുമായുള്ള പാലിയേറ്റീവ് പ്രവർത്തനം ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിലാണ് നടന്നുവരുന്നത്. കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോപ്പതി പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയിൽ 250 പേർക്ക് സ്വാന്തന പരിചരണം നൽകുന്നുണ്ട്. ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നിന്നും ജീവനക്കാരും വോളണ്ടിയർമാരും ഇവരുടെ വീടുകളിലെത്തി പരിചരണം നൽകും.
യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ അജയകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പാലിയേറ്റീവ് കൺവീനർ RMO ഡോക്ടർ ആതിര മോഹൻ പദ്ധതി വിശദീകരണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം രാജി പി രാജപ്പൻ, കൊറ്റനാട് വാർഡ് അംഗം പ്രകാശ് പി സാം, ചീഫ് മെഡിക്കൽ ഓഫീസർ സാറാനന്ദന മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ പ്രഥമ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നു. ഇതിനു മുന്നോടിയായി കേരളം നടക്കുന്നു എന്ന പരിപാടിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ജനുവരി 22-ന് നടത്തം സംഘടിപ്പിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച രാവിലെ 9-ന് കളക്ടറേറ്റിൽ നിന്ന് ജില്ലാ സ്റ്റേഡിയം വരെയാണ് നടത്തം. തിരുവല്ല മാർത്തോമ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് വൈകിട്ട് 3:30-നും നടത്തം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കായിക താരങ്ങൾ, പൊതുജനങ്ങൾ, SPC, കോളേജ് വിദ്യാർത്ഥികൾ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ, കായിക അസോസിയേഷൻ, ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ നടത്തത്തിൽ പങ്കെടുക്കും. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് പ്രഥമ അന്താരാഷ്ട്ര സ്പോർട്സ് സമ്മിറ്റ് നടക്കുന്നത്. പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ A. ഷിബുവിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. ജനുവരി 23 മുതൽ 26 വരെ തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്പോർട്സ് ഫോർ ഓൾ, സ്പോർട്സ് ഫോർ ചേഞ്ച് എന്നാണ് എൻ്റെ മോട്ടോ. ഇതിൻ്റെ ഭാഗമായി ജനുവരി 22-ന് രാവിലെ 9 മണിക്ക് പത്തനംതിട്ട ജില്ലയിൽ കേരളം നടക്കുന്നു എന്നൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ പത്തനംതിട്ട കളക്ട്രേറ്റിൽ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേഡിയത്തിൽ എന്ത് ചെയ്യുന്ന രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ജില്ലയിലെ സ്പോർട്സ് കൗൺസിൽ പ്രതിനിധികൾ, അവരുടെ NCC, സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ്സ്, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, മറ്റ് വിവിധ വകുപ്പുകൾ തല ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം വളരെ വിജയകരമായി സംഘടിപ്പിക്കുന്നതിലേക്ക് ഇന്നിവിടെ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. അതായത് വളരെ ഭംഗിയായി ഈ കാര്യം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് K. അനിൽകുമാർ, ജില്ലാതല ഉദ്യോഗസ്ഥർ, കായിക അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് അഭിമാനമായി 3 NCC കേഡറ്റുകൾ. ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ ഇവർ പങ്കെടുക്കും. റിപ്പബ്ലിക് ദിനാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് റാലിയിൽ പങ്കെടുക്കാനാണ് എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ NCC കേഡറ്റുകളായ ആർമി വിഭാഗം സീനിയർ അണ്ടർ ഓഫീസർ മാത്യു സിസിൽ, ആർമി വിഭാഗം കേഡറ്റ് P. ആദിത്യൻ, നേവി വിഭാഗം കേഡറ്റ് അലൻഡ സിസിലി ഡിജു എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടത്. വിവിധ തലങ്ങളിലായുള്ള 9 ദശദിന ക്യാമ്പുകളിലെ മികച്ച പ്രകടനമാണ് ഇവരെ ഡൽഹിയിൽ നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിനോടനുബന്ധിച്ച് ക്യാമ്പിൽ പങ്കെടുക്കാൻ അർഹരാക്കിയത്. ജനുവരി 1-ന് തുടങ്ങി 29-ന് അവസാനിക്കുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്ന ഇവർക്ക് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, ഡൽഹി മുഖ്യമന്ത്രി, സേനാ മേധാവികൾ എന്നിവരെ നേരിൽ കാണാൻ അവസരം ലഭിക്കും. മാത്യു സിസിൽ പച്ച ചെക്കടിക്കാട് നന്നാട്ടുമാലിയിൽ സിസിൽ മാത്യു ജിൻസി ദമ്പതിമാരുടെ മകനും ഫിസിക്സ് വിഭാഗം 3-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമാണ്. P. ആദിത്യൻ ആലപ്പുഴ കഞ്ഞിപ്പാടം ഇല്ലത്തുചിറ S. പ്രദീപ് കുമാർ ഗംഗാഭായി ദമ്പതിമാരുടെ മകനും ഇംഗ്ലീഷ് വിഭാഗം 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമാണ്. പച്ച ചെക്കടിക്കാട് വെൺമേലിയിൽ ഡിജൂസ് കറിയ സീമ ചെറിയാൻ ദമ്പതിമാരുടെ മകളായ അലൻഡ സിസിലി ഡിജു കോളേജിലെ ഫിസിക്സ് വിഭാഗം 2-ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ്. മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ കോളേജ് മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദുലാൽ G എന്നിവർ അഭിനന്ദിച്ചു. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി NSS കുട്ടനാട് താലൂക്ക് കരയോഗ യൂണിയൻ ഉത്തരമേഖലാ സമ്മേളനം ചേർന്നു. NSS പന്തളം യൂണിയൻ പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് അംഗവുമായ പന്തളം ശിവൻകുട്ടി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നീലംപേരൂർ മുതൽ ചതുർത്ഥ്യാഗിരി വരെയുള്ള 25 കരയോഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഉത്തരമേഖലാ സമ്മേളനം ചേർന്നത്. മഹാനായ മന്നത്തൂർ പത്മനാഭന്റെ ആത്മചരിത്രം പഠിക്കാൻ, ജീവനം പഠിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒന്നിനും ഇറങ്ങി പുറപ്പെടുന്നതിൽ ഒരിക്കലും ഒരു ദുഃഖം തോന്നില്ല. ശൂന്യതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച കാലത്തിന് മുമ്പേ നടന്ന മന്നത്തൂർ പത്മനാഭൻ, ശൂന്യതയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കാലത്തിന് മുൻപേ നടന്ന മന്നത്തൂർ പത്മനാഭൻ, സ്വന്തം ചരിത്രം സ്വസമുദായത്തിന്റെ ചരിത്രമാക്കി മാറ്റിയ മന്നത്തൂർ പത്മനാഭൻ, സ്വസമുദായത്തിന്റെ ചരിത്രം കേരളത്തിലെ ഇതിഹാസമാക്കി മാറ്റിയ മന്നത്തൂർ പത്മനാഭൻ. ആ മന്നത്തൂർ പത്മനാഭന്റെ ചരിത്രം പഠിച്ചാൽ ഏത് കുട്ടിക്കാണ് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. ഈ നാട്ടിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണണമെന്ന് ആഗ്രഹിച്ച
എല്ലാവർക്കും ഉന്നതി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനായ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാന്ന് പറയും? സാക്ഷാൽ മന്നത്തൂർ. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 കണ്ണാടി പടിഞ്ഞാറേ മഠം ശ്രീ ഭഗവതി ക്ഷേത്രം വക ശ്രീഭദ്ര ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ കുട്ടനാട് താലൂക്ക് യൂണിയൻ പ്രസിഡന്റും NSS ഡയറക്ടർ ബോർഡ് അംഗവുമായ ഡോക്ടർ KP നാരായണപിള്ള അധ്യക്ഷനായിരുന്നു. യൂണിയൻ സെക്രട്ടറി MG അശോക് കുമാർ, വൈസ് പ്രസിഡന്റ് P രാധാകൃഷ്ണൻ നായർ, പ്രതിനിധി സഭാംഗം PT വസുദേവക്കുറുപ്പ്, വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീദേവി രാജു, യൂണിയൻ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. വെളിയനാട് സെന്റ് മേരീസ് ബെത്ലഹേം ജ്ഞാനായ പള്ളിയിൽ വലിയ പെരുന്നാളിന് കൊടികയറി. ജനുവരി 28, 29 തീയതികളിലാണ് പ്രധാന തിരുനാളുകൾ. ഞായറാഴ്ച 7:45 പ്രഭാത പ്രാർത്ഥനയോടെയാണ് പള്ളിയിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. 8:30 വികാരി ഫാദർ ജോൺ തോമസ് വലിയ വീട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്നായിരുന്നു കൊടിയേറ്റ്. പ്രധാന തിരുനാൾ ദിനമായ 29-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9 കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മൂന്നിന്മേൽ കുർബാന അർപ്പിക്കും. ട്രസ്റ്റി KC റജി, സെക്രട്ടറി VC തോമസ്, സാബു തോട്ടുങ്കൽ തുടങ്ങിയവരാണ് തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. പെരുന്ന കിഴക്ക് വിവേകാനന്ദ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെ 10ാമത് വാർഷികം കഴിഞ്ഞ ദിവസം നടത്തി. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കുടുംബ സംഗമവും കുട്ടികളുടെ ചിത്രരചനാ മത്സരവും ശ്രദ്ധേയമായി. പെരുന്ന മന്നം ഷഷ്ഠബ്ദപൂർത്തി സ്മാരക കരയോഗ മന്ദിരത്തിൽ നടത്തിയ വാർഷികാഘോഷം വാർഡ് കൗൺസിലർ പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ സംഘം പ്രസിഡന്റ് B അജയകുമാർ അധ്യക്ഷനായിരുന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ, UP, LP വിഭാഗങ്ങളിലായി സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ നിരവധി കുട്ടികളാണ് പങ്കെടുത്തത്. ഓരോ വിഭാഗത്തിലും ആദ്യ 3 സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. സ്വാമി വിവേകാനന്ദന്റെ 161ാം ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. PP ധീരസിംഹൻ, MS രാജേന്ദ്രൻ, NB കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചെമ്പുംപുറം നർബോനപുരം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ തിരുനാളിന് കൊടിയിറങ്ങി. ഞായറാഴ്ച രാവിലെ 9:30 ആഘോഷമായ തിരുനാൾ കുർബാന. 11:30 ആരംഭിച്ച തിരുനാൾ പ്രദർശനം തിരിച്ച് പള്ളിയിലെത്തിയപ്പോൾ ഈ വർഷത്തെ തിരുനാളിന് കൊടിയിറങ്ങി. ശനിയാഴ്ച വൈകുന്നേരം പുളിക്കൽ വരെ നടത്തിയ പ്രദർശനത്തിലും മറ്റു തിരുക്കർമ്മങ്ങളിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഫാദർ ജെയ്സൺ തെക്കത്ത് CMI, ഫാദർ ആന്റണി ആനക്കല്ലിങ്കൽ, വികാരി ഫാദർ മാത്യു പുളിച്ചമാക്കൽ എന്നിവർ പ്രധാന തിരുനാൾ ദിനങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5750 രൂപ, പവന് 46,000 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.